ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ഓഫ് സൈഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സർക്കിളിലെ കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. അതായത് ഒരു സർക്കിളിൽ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സ് എടുക്കുന്നു, അത് തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന ഒരു കോഡുണ്ട്. ഈ കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ സി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ദി കോഡ് എ ബി എന്ന് പറയുന്നത് 2r sin c/2 ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പഠിച്ചിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ് ഒരു റൈറ്റ് ട്രയാങ്കിളിലെ ആംഗിൾസ് എന്ന് പറയുന്നത് 90, 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാങ്കിളിലെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ് എന്നും, അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളിലെ ഒരു റൈറ്റ് ട്രയാങ്കിളിലെ മറ്റ് രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണെന്നും നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലാതെ സാധാരണ രീതിയിലുള്ള ഒരു ട്രയാങ്കിൾ തരികയാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു 70 ഡിഗ്രി, 60 ഡിഗ്രി, 50 ഡിഗ്രി ഇത്തരത്തിൽ ആംഗിൾ മെഷർമെൻ്റ് ഉള്ള ഒരു ട്രയാങ്കിളാണ് നമുക്ക് തരുന്നതെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ടാസ്ക്. ഇതാണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ സർക്കിൾ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, ഹിയർ വി ആർ കൺസിഡറിങ് എ ട്രയാങ്കിൾ whose angles are 70 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 50 ഡിഗ്രി. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് സി ആണെന്നും കരുതാം. ഓക്കെ, അപ്പോൾ ഈ കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഈ എ ബി സി എന്നാണ് ഞാൻ ഈ ട്രയാങ്കിൾ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2r sin 50 ഡിഗ്രി ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ എ സിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2r sin 60 ഡിഗ്രി ആണ്. ആൻഡ് ബി സിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2r sin 70 ഡിഗ്രി ആണ്. ഓക്കെ, ഇതാണ് സൈഡ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റേഷ്യോ ഒന്ന് കണ്ടെത്തി നോക്കാം. 50 ഡിഗ്രി, 60 ഡിഗ്രി, അതുപോലെ 70 ഡിഗ്രി. ഇതാണ് ആംഗിൾസ്. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 2r sin 50 ഡിഗ്രി, 2r sin 60 ഡിഗ്രി, 2r sin 70 ഡിഗ്രി. ഓക്കെ, ഇതിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് 2r എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമ്മളതിനെ വെട്ടിക്കളയുന്നു. അങ്ങനെയാണെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ എ ബി AC ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? sin 50 ഡിഗ്രി sin 60 ഡിഗ്രി sin 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഇതിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 55 ഡിഗ്രി, 60 ഡിഗ്രി, അതുപോലെ 65 ഡിഗ്രി ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സർക്കിളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സൈഡ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്ര വരും? ഇത് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആയിട്ട് എടുക്കാം. അപ്പോൾ 2r sin 65 ഡിഗ്രി, ഇത് 2r sin 60 ഡിഗ്രി, ഇത് 2r sin 55 ഡിഗ്രി. ഇത്രയുമായിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് 3 ആംഗിൾസും അക്യൂട്ട് ആംഗിൾസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എടുത്തത്. ഇതിൽ ഏതെങ്കിലും ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90നേക്കാളും കൂടുതലാണെന്ന് കരുതാം. ഇതിപ്പോൾ ഒരു 110 ഡിഗ്രി ആണ് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ 110 ആണ്, ഇത് 30 ഡിഗ്രി ആണ്, ഇത് 40 ഡിഗ്രി ആണെന്നും നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സ്, അതായത് 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതും 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതുമായിട്ടുള്ള രണ്ട് സൈഡ്സിന് അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണെങ്കിൽ
ഇത് 2r സൈൻ 30 ഡിഗ്രിയും ഈ സൈഡ് എന്ന് പറയുന്നത് 2r സൈൻ 40 ഡിഗ്രിയും ആയിരിക്കും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഞാനൊരു ഇതിൻ്റെ ഒരു സർക്കം സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 110 ഡിഗ്രി ആയതുകൊണ്ട് ഒബ്വിയസ്ലി അതിൻ്റെ സമ്മ ഇതും കൂടെ കൂട്ടുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രി കിട്ടേണ്ടത് കൊണ്ടും ഇത് 70 ഡിഗ്രി ആയിരിക്കും അല്ലേ. സോ ഈ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2r സൈൻ 70 ഡിഗ്രി ചെയ്താലും നമുക്ക് ഈ സൈഡിൻ്റെ ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ 2r സൈൻ ഈ ആംഗിൾ എത്രയാണോ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ എത്രയാണോ ആ ആംഗിൾ 180യിൽ നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സൈൻ. 2r സൈൻ 70 ആയിരിക്കും ഇവിടുത്തെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കരുതാം. ഓക്കെ, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇത് 40 ഡിഗ്രിയും ഇത് 50 ഡിഗ്രിയും ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഈ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2r സൈൻ 50 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2r സൈൻ 40 ഡിഗ്രിയും ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടെത്തുന്നത്. ഇത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം ഓക്കെ, ഇവിടെ ഇതിൻ്റെ സർക്കം സർക്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ രണ്ട് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന കോഡ് സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ കോഡ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും, അത് 2r ആയിരിക്കും എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ അതിൻ്റെ ലെങ്ത്ത് 2r ആണ്. അപ്പോൾ നമുക്കിതിനൊന്ന് ജനറലൈസ് ചെയ്തിട്ട് നോക്കി നോക്കാം. അതായത് എല്ലാ ആംഗിൾസും അക്യൂട്ട് ആംഗിൾസ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു A ഡിഗ്രി, B ഡിഗ്രി, ഇതൊരു C ഡിഗ്രി അങ്ങനെയാണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ സൈഡ്സ് ഏതൊക്കെയായിരിക്കും? ഇത് ഈ ഇതിൻ്റെ സർക്കം സർക്കിളിൻ്റെ റേഡിയസ് r ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ 2r സൈൻ A, ഇത് 2r സൈൻ B, ഇത് 2r സൈൻ C. ഓക്കെ, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ഇനി ഇതിൽ ഒരു ആംഗിൾ A, B, C ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് 90നേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കുക. 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ ഇവിടെ ബിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് 2r സൈൻ B ഡിഗ്രി ആൻഡ് സിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 2r സൈൻ C ഡിഗ്രി ആൻഡ് എക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് ഇഫ് A എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിലാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ 2r സൈൻ 180 മൈനസ് A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി ഇതിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് കരുതുക. ഈ ഒരു ആംഗിൾ എയും ഇത് ബിയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 2r സൈൻ A ആൻഡ് ഈ ബിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് 2r സൈൻ B ആയിരിക്കും ആൻഡ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് 2r ആയിരിക്കും. ഓക്കെ, ഇത്രയും കൺസെപ്റ്റാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ.